സെക്രട്ടേറിയറ്റിലെ CPM സർവീസ് സംഘടനയുടെ സമാന്തര ഫയൽ അദാലത്ത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘ്. നിയമവിരുദ്ധമായ ഫയൽ അദാലത്തിന് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും മൗനം പാലിച്ചു എന്നും ആരോപണം. ജനം TV വാർത്തയ്ക്ക് പിന്നാലെ സെക്രട്ടേറിയറ്റിലെ പ്രതിപക്ഷ സംഘടനകൾ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വിനീഷ് ചേരുന്നു. വിനീഷ്, കഴിഞ്ഞ ദിവസമാണ് ജനം TV പുറത്തുവിട്ടത് സെക്രട്ടേറിയറ്റിലെ എംപ്ലോയീസ് സർവീസ് സംഘടന അദാലത്ത് എന്നുള്ള പേരിൽ വിവിധ വകുപ്പുകളിലെ ഫയൽ വിവരങ്ങൾ ചോർത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ. എന്തായാലും ഇത് മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും മൗന അനുവാദത്തോടെ എന്നാണ് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ ആരോപിക്കുന്നത്. എങ്ങനെ വിലയിരുത്താം? നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ജനം TV വാർത്ത സംപ്രേഷണം ചെയ്തതിന് പിന്നാലെ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പ്രതിപക്ഷ സംഘടനകൾ, പ്രതിപക്ഷ ജീവനക്കാരുടെ സർവീസ് സംഘടനകളാണ് വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഫയലുകൾ നൽകണമെന്ന ആവശ്യവുമായി ഇടതുപക്ഷ പ്രത്യേകിച്ച് CPM അനുകൂല സർവീസ് സംഘടന, ജീവനക്കാരുടെ സർവീസ് സംഘടനയാണ് ആദ്യഘട്ടത്തിൽ രംഗത്തെത്തിയത്. ഫയലുകളുടെ അദാലത്ത് എന്ന പേരിലായിരുന്നു അത്. വലിയ വിവാദമാകുന്ന തരത്തിലേക്ക് ജനം TV വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ നിരവധി പ്രമുഖരും ഈ വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യമുണ്ടായി. വകുപ്പ് തല മന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇത് പ്രത്യേകിച്ച് ഫയലുകൾ ശേഖരിക്കുന്നത് അല്ലെങ്കിൽ ഫയലുകൾ അദാലത്ത് നടത്തേണ്ട പ്രധാന ചുമതല ഉള്ളത് സംസ്ഥാന സർക്കാരിനാണ്, അല്ലെങ്കിൽ അതാത് വകുപ്പ് മന്ത്രിമാർക്കാണ്, വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കാണ്. എന്തിനു വേണ്ടി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഇത്തരത്തിലുള്ള ഫയലുകൾ ചോദിച്ചു എന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അവർ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്. ഇതിലൂടെ വലിയ അഴിമതി നടത്താനാണ് ഇടതുപക്ഷ അല്ലെങ്കിൽ CPM അനുകൂല സംഘടന ശ്രമിക്കുന്നത്, സർവീസ് സംഘടന ശ്രമിക്കുന്നത് എന്ന ആക്ഷേപം തന്നെയാണ് എംപ്ലോയീസ് സംഘ് പ്രധാനമായും ഉയർത്തുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഫയലുകൾ ഈ എംപ്ലോയീസ് സംഘിൻ്റെയോ മറ്റു പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെയോ ജീവനക്കാർ ഒരു കാരണവശാലും ഫയലുകൾ ഈ ഒരു CPMൻ്റെ അനുകൂല സംഘടനയായ സർവീസ് സംഘടന ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നൽകില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഈ ജീവനക്കാർ ഇപ്പോൾ നിലനിൽക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഫയലുകൾ നൽകാത്ത ജീവനക്കാരെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നു, അത്തരത്തിലുള്ള ആരോപണങ്ങളും പുറത്തുവരുന്നു. ഈ സാഹചര്യത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഈ ഫയലുകൾ ശേഖരിക്കാൻ സർവീസ് സംഘടനയെ CPM അനുകൂല സർവീസ് സംഘടനയെ അനുവദിക്കില്ല എന്നാണ് പ്രതിപക്ഷ സംഘടനകൾ, ഇപ്പോൾ സെക്രട്ടേറിയറ്റിനുള്ളിലെ പ്രതിപക്ഷ സംഘടനകൾ പ്രധാനമായി ഉയർത്തുന്ന നിലപാട്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. വകുപ്പ് മന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. 2020 മുതൽ 2025 വരെയുള്ള ഫയലുകൾ അദാലത്ത് എന്ന പേരിൽ സർക്കാരിൻ്റെ ഒരു ഒഫീഷ്യൽ പരിപാടി എങ്ങനെയാണോ, ഒരു ഔദ്യോഗിക പരിപാടി എങ്ങനെയാണോ നടത്തുന്നത് അതിന് സമാനമായി നടത്താനുള്ള ഒരു തീരുമാനമായിരുന്നു സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ഭാഗത്ത് ഉണ്ടായത്. അതിനെതിരെയാണ് ഇപ്പോൾ അവിടെയുള്ള പ്രതിപക്ഷ സംഘടനകളും രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും കഴിഞ്ഞ ദിവസം ജനം TV ആണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിട്ടത്. രോഹിണി. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.